മഹാത്മാ ഗാന്ധിയുടെ ഈ ജയന്തി സമ്മേളനം ബഹുമാനായ പി.വി. സംസാർ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന CS സുരേഷിൻ്റെ ഏറെ ബഹുമാനായ K. സുരേഷ് അവർ ജന്മദിന സന്ദേശം നൽകുന്നു. ഡോക്ടർ അനിൽ അവർ CPPMSൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, അതുപോലെ ആശംസാ പ്രസംഗം നടത്തുന്ന ബഹുമാനായ C. തങ്കച്ചൻ സാർ, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾ, ഈ സമ്മേളനത്തിന് സ്വാഗതം നൽകിയ ശ്രീ MS വിജയൻ അവർ, ഈ സമ്മേളനത്തിന് നന്ദി പറയുന്ന ബഹുമാന്യ രാജു, മറ്റു ബഹുമാന്യരായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ജയന്തി സമ്മേളനം മഹാത്മാ അയ്യങ്കാളിയുടെ ഏറ്റവും വൈകിയാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ള കാര്യം ഇതിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ അറിയുകയുണ്ടായി. നിങ്ങൾക്കറിയാം, ഈ സംഘടന എന്ന് പറയുന്നത് ആദ്യം പഠനവേദി എന്ന് പറയുന്നത് ആരംഭിച്ചിട്ട് കുറച്ച് നാളായിരുന്നു. അതിൻ്റെ ബഹുമാന്യരായ പ്രവർത്തകരാണ്, റെപ്രസെൻറ്റേറ്റീവ്സ് അറിയിക്കുന്നത്. അതുകൊണ്ട് എണ്ണത്തിൽ വളരെ കുറവാണ്. എങ്കിലും ഒരു വലിയ മഹാസമ്മേളനമായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം ഇതിൻ്റെ വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനവും അതോടൊപ്പം ഏറെ സന്തോഷവും നൽകുന്ന കാര്യം സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതും ഉദ്ഘാടനം ചെയ്യുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയുള്ള ഒരു കാര്യം. കൂടുതൽ വിശദമായൊരു പ്രഭാഷണം സംസാരത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതല്പം വൈകി ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഉദ്ഘാടനത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ശേഷം പരിപാടികൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാൻ വളരെ പരിമിതമായ സമയത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന കാര്യങ്ങൾ നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, മുഖ്യപ്രഭാഷണം നടത്താൻ ഏറെ ബഹുമാന്യനായ CSTസിൻ്റെ സുരേഷ് സാർ അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഗംഭീരമായ കാര്യങ്ങൾ അവതരിപ്പിക്കും. അവരൊക്കെ രീതിയിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമുണ്ട് കാര്യങ്ങൾ കൂടുതൽ മുമ്പോട്ട് പോകാതെ ചുരുക്കി പറയാൻ പറ്റും. നമുക്കറിയാം, 162 വർഷത്തോളമാകുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ ജനനം ഉണ്ടായിട്ട് ഈ തിരുവിതാംകൂറിൽ, കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ്. 1863 1855 അടിമ വ്യാപാര നിരോധന വിളംബരം തിരുവിതാംകൂർ രാജാക്കന്മാർ ഒരു വിളംബരത്തിൽ കൂടി, പ്രഖ്യാപനത്തിൽ കൂടി നടത്തുകയുണ്ടായി. അദ്ദേഹം ജനിക്കുമ്പോൾ പ്രത്യക്ഷ അടിമയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അടിമത്തത്തിൻ്റെ എല്ലാ മറ്റ് കാര്യങ്ങളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ സംഗതികളും ഈ സമൂഹത്തിലുണ്ട്. അടിമ കച്ചവടം മാത്രം നിയമപരമായി നിരോധിച്ചെങ്കിലും തുടർന്നുള്ള അടിമത്തത്തിൻ്റെ എല്ലാ കീഴ്വഴക്കങ്ങളും വഴക്കങ്ങളോടെ ഉണ്ട്, ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ തലമുറയ്ക്ക് പക്ഷേ മനസ്സിലാകില്ല. ഒരു നൂറ്റാണ്ട് പുറകിലുള്ള ആ സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ എന്താണ്. ഇവിടുത്തെ അവസ്ഥിത വർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. അവർക്ക് നല്ല പേരിടാനുള്ള സ്വാതന്ത്ര്യമില്ല. പുതിയ വസ്ത്രം വാങ്ങിയാൽ കരി പുരട്ടി ചെളി പുരട്ടി ഉടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
മാത്രവുമല്ല, വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് മുട്ടിന് താഴോട്ടും അരയ്ക്ക് മുകളിലോട്ടും വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇത് ബാധകമാണ്. പാടത്തും പറമ്പത്തും അധ്വാനിക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ ആൾക്കാർ. പ്രത്യേകിച്ച് പുലയർ, പറയർ, ഈഴവർ ആദ്യമായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തെ ജന്മികളുടെ കാർഷിക വേലകൾ ചെയ്യുന്നവർ യന്ത്രങ്ങളും ഉപകരണങ്ങളും മാത്രമായിരുന്നു എന്ന്. ഒരു മൃഗത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം പോലും, പരിഗണന പോലും അന്നത്തെ കാലത്ത് നമ്മുടെ ഈ അടിസ്ഥാന ജനസമൂഹത്തിന് ഈ സമൂഹം നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജോലി ചെയ്താൽ കൂലിയില്ല, കൃത്യമായിട്ട് ജോലിക്കിടയിൽ വിശ്രമമില്ല. ഇങ്ങനെയുള്ള അനേകം ദുരിതങ്ങളും പേറിക്കൊണ്ട് ശബ്ദമില്ലാത്തവരായിട്ട് കഴിഞ്ഞുകൂടി, നിശബ്ദമായി കഴിഞ്ഞുകൂടിയുന്ന ഒരു സമൂഹം ആയിരുന്നു ഈ അധസ്ഥിത വർഗ്ഗങ്ങൾ അഥവാ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് 1863 മഹാത്മായും കാണിയിരിക്കുന്നത്. അദ്ദേഹവും അന്നത്തെ ഒരു ജന്മിയുടെ കുടിയാനായിട്ടാണ് ഇരിക്കുന്നത്. പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന നടന്ന വലിയൊരു ഒരു ജന്മിയുടെ കുടിയാനായിട്ട് വളരെയധികം ഭൂമിയൊക്കെ ഉള്ള ഒരു വലിയൊരു ജന്മിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടിയാനായി ജനിച്ച ആ ഒരു കുടുംബത്തിലെ അംഗമാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെ ഈ അടിമപ്പണികളും അടിമവേലകളും ഇതുപോലെയുള്ള കാർഷിക ജോലികളുമായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്യേണ്ടതായിട്ട്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ആ പ്രാവീണ്യവും ഈ ജന്മിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം 5 ഏക്കർ സ്ഥലം ദാനമായി അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ 5 ഏക്കർ ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മഹാത്മാ അയ്യങ്കാളിയെ നമ്മൾ ആദ്യകാലത്ത്. പക്ഷെ അദ്ദേഹം ഈ ദുരിതങ്ങളൊക്കെ സ്വയം അനുഭവിച്ചതാണ്. ജാതിയുടെ ഈ ഭേദതീവുകളും വിവേചനവും അനുഭവിച്ച് വളർന്നു വന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ന്യായമായ സംഗതിയല്ല. ഇത് മാറ്റേണ്ടതാണ്. അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. ഏതാണ്ട് ഒരു 30 വയസ്സായപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാന്ന്. പക്ഷേ ജന്മിമാരും അന്നത്തെ പ്രഭുക്കന്മാരും മാടമ്പിമാരൊക്കെ ഈ കസവ് മുണ്ടും കസവ് മുണ്ടും തലപ്പാവൊക്കെ വെച്ച് യാത്ര ചെയ്യുന്നു. കാളവണ്ടിയിൽ, അന്നത്തെ വില്ലുവണ്ടി എന്ന് പറയും, യാത്ര ചെയ്യുന്ന വണ്ടി സ്കൂളുള്ള വണ്ടിയാണ്, വില്ലുവണ്ടി എന്ന് പറയും. ആ വില്ലുവണ്ടിക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അത് നോക്കി നിൽക്കാനേ നമ്മുടെ ജനത്തിന് പറ്റുള്ളൂ. ആ റോഡിൽ കൂടി പോലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന കാലഘട്ടത്തിൽ ഇത് ശരിയല്ല എന്ന് തോന്നി അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തെ 30 വയസ്സുള്ളൂ. 1893 അദ്ദേഹം ഇതിനെ പ്രത്യക്ഷമായി പ്രതികരിക്കാൻ, എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒക്കെയാണ് പട്ടാളമായിട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ അഹങ്കൊന്നും അധികമില്ല. അതിന് അദ്ദേഹം തീരുമാനിച്ചു ഈ മാടമ്പികളെ എതിർക്കണമെങ്കിൽ, കായികമായി എതിർക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക കായിക ശേഷി തന്നെ വേണം. അതിന് അദ്ദേഹം കായികാഭ്യാസത്തെ വരുത്തി അടികൾ പഠിച്ചു, കായികാഭ്യാസം പഠിച്ചു. അതോടൊപ്പം തന്നെ കുറേ ചെറുപ്പക്കാരെ കൂടി കൂട്ടി. എന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യമാണ് വില്ലുവണ്ടി സമരം. അദ്ദേഹം ഏറ്റെടുത്ത പ്രധാനപ്പെട്ട സമരങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്. വില്ലുവണ്ടി സമരം അതിൽപ്പെട്ടതാണ്. ബംഗാളൂരു മുതൽ മണക്കാട് വരെ ഉള്ള സ്ഥലത്താണ് ഒരു വില്ലുവണ്ടി യാത്ര. സവർണരെ പോലെ തന്നെ ഈ കസവ് മുണ്ടും ബനിയനും മേൽമുണ്ടും തലപ്പാവും വെച്ചുകൊണ്ട് ഒരു വില്ലുവണ്ടി വാങ്ങി ആ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. ഇവിടുത്തെ ജാതിക്കോമനങ്ങൾ ഉറഞ്ഞു തുള്ളി, ഇവിടുത്തെ മാടമ്പിമാരെ ഉറഞ്ഞു തുള്ളി. സവർണ ജനസമൂഹം എതിർക്കും. ഇതാരുടെ പോകുന്നത്, അതിനെ കിട്ടാൻ പറ്റില്ലല്ലോ. അവർ ഈ യാത്ര തടഞ്ഞു. ഈ വില്ലുവണ്ടി യാത്ര തടഞ്ഞു. ഊരിപ്പിടിച്ച കത്തിയുമായി അദ്ദേഹം താഴെ റോഡിലിറങ്ങി ഈ വാഹനം തടയാൻ ധൈര്യമുള്ള വെല്ലുവിളിച്ചു. അപ്പോൾ പന്തിയില്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് അവരൊക്കെ പിന്മാറിയെന്നാണ്. യാത്ര തുടർന്നു. തൻ്റെ അനുയായികൾ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവരുടെ നേതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെ പിന്നാലെ ഒരു വലിയ ജനസമൂഹം, ചെറുപ്പക്കാരുടെ സമൂഹം, ഇത് കോരിത്തിരിപ്പിക്കുന്ന
ഒരു വാർത്തയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, അടിസ്ഥാന വർഗ്ഗക്കാരെ സംബന്ധിച്ചിടത്തോളം കോരിത്തിരിക്കും കൽപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അന്നത്തെ സാമൂഹ്യ അസമത്വത്തോട് അനാചാരത്തോട് ശക്തമായി ഡയറക്റ്റായിട്ട് എതിർക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. മറ്റു പിൻബലമൊന്നുമില്ല. കാരണം സമൂഹം മുഴുവൻ ഇതുപോലെയുള്ള ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമം നിലനിൽക്കുക ആരും നിയമപരമായി പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഒരു സംവിധാനമില്ല. ഇവിടുത്തെ രാജാക്കന്മാർ പോലും ഈ ജാതി സമ്പ്രദായത്തിൽ ജാതി നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ചെയ്യുന്നവർ. ഇതിനെതിരായിട്ട് സംസാരിക്കാൻ ഭരണകൂടം പോലും തയ്യാറല്ല, രാജാക്കന്മാർ പോലും തയ്യാറല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാടപ്പിമാർ ഉൾപ്പെടെയുള്ള ലാൻഡ് പ്രൊഡേഴ്സ് അതുപോലെ വലിയ ലോഡ് ഈ പ്രഭുക്കന്മാരെ കൊണ്ട് കവലച്ചട്ടങ്ങൾ ഇഷ്ടംപോലെ അവരെല്ലാം സവർണരാണ്. ഈ ആളുകളൊക്കെ ഇതിനെ ഡയറക്റ്റ് എതിർക്കുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയാൾ പട്ടാളമായി ഇദ്ദേഹം രംഗത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് വലിയൊരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് അന്നുണ്ടായത്. 1760 തിരുവിതാംകൂറിൽ ഒരു പൊതുമരാമത്ത് വകുപ്പുണ്ടാകുന്നത്. അതിനു മുമ്പ് വരെ ആ കാലഘട്ടത്തിലും പ്രധാനമായ റോഡുകളൊന്നും ഈ കേരളത്തിലില്ല. ആ പൊതുമരാമത്ത് വകുപ്പ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്ന് വിദേശികളുടെ കടന്നുകയറ്റമുണ്ട്. ബ്രിട്ടീഷുകാരും മറ്റു വിദേശ രാജ്യത്തിലെ ആളുകളൊക്കെ ഇവിടെ നമ്മുടെ രാജ്യങ്ങളിലുണ്ട്. ഇവിടെ ഭരണ വിഭാഗം അവരുടെ കയ്യിലാണ്. അന്നത്തെ ഒരു വിദേശ എഞ്ചിനീയർ ഇവിടെ രാജാവിനോട് ശ്രീമൂലം രാജാവിനോട് ചക്രവർത്തിയോട് പറഞ്ഞു, നമുക്കൊരു റോഡ് തെക്ക് വടക്കാട്ട് നമുക്കൊരു റോഡ് ഉണ്ടാക്കണം, ഒരു വീതി ഇതൊക്കെ സഞ്ചരിക്കാൻ റോഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞ മറുപടി ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുറജപം ജപം അല്ലേ, അത് നടക്കാൻ പോവുകയാണ്, അതിന് പണം വേണം, ആൾക്കാർ വേണം, അതുകൊണ്ട് റോഡ് പണിയാനായിട്ട് ആൾക്കാർ തരാൻ ഇപ്പം ബുദ്ധിമുട്ടാണെന്നാണ് രാജാവ് പറയുന്നത്. ഇതുപോലെ രാജാവിന് വഴിയുടെ ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ വലിയ വലിയ രാജവീതികളൊന്നുമില്ല, നടക്കാനുള്ള വഴികളൊന്നുമില്ല, അതിന് ആവശ്യമില്ല. രാജാവിനെ വഴി വേണമെന്നില്ല. അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് പോകുന്ന അടിമകളാണ്, പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോകുകയാണ്. രാജാവിന് നമ്മൾ വഴിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ രാജ്യത്തെ സ്ഥലങ്ങൾ മുഴുവൻ, വസ്തുക്കൾ മുഴുവൻ 2-3 ആളുകളുടെ കയ്യിലാണ്. ഒന്ന് ഭരണാധികാരിയുടെ കയ്യില്ല ഒരു ഭാഗം. അതിനെ നമ്മൾ പറയുന്നത് ഭണ്ഡാരം പറയുന്നത്. രാജാക്കന്മാരുടെ അവരുടെ സിബ്ബന്തികളുടെയും ഉടമസ്ഥതയിലാണ് വസ്തുക്കൾ മുഴുവൻ. മറ്റൊരു ഭാഗം പിന്നെ വസ്തുക്കളുള്ളത് ഈ അമ്പലങ്ങളുടെ ദേവസ്വം വകയാണ്. ഭണ്ഡാരം വക, ദേവസ്വം വക, പിന്നെ ഓരോ നാട്ടിലും സാമന്തന്മാരുണ്ട്, ലാൻഡ് ലോഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ജന്മിമാരുണ്ട്. അവരുടെയൊക്കെ പേരിലാണ് ഭൂമി. ഇവിടുത്തെ അടിസ്ഥാന വർഗ്ഗക്കാരുടെ ഭൂമിയില്ല. പിന്നെ എങ്ങനെ വഴി കിട്ടും? മറ്റൊരു വഴിയുടെ ആവശ്യമില്ല. ഈ സ്ഥലം കൂടെ അവരുടെയാണ്. പ്രത്യേകം വഴി, പൊതുജനത്തിൽ നടക്കാനായിട്ട് വഴി അന്ന് ആവശ്യമില്ല. പക്ഷേ ഈ ആശയം, ഈ വിദേശ എഞ്ചിനീയർ പറഞ്ഞ ആവശ്യം പിന്നെ കാലക്രമേണ കുറേ ആയിട്ട് ഇങ്ങനെ വന്നു. അതുകൊണ്ട് രാജാവിന് നിർബന്ധമായി ഇത് വഴി ഉണ്ടാക്കണമെന്ന്. രാജവീതി ഉണ്ടായി, അതുപോലെ ഗ്രാമവീതികളും ഉണ്ടായി. രാജവീതികൾ എന്ന് പറഞ്ഞാൽ പൊതുവഴികളാണ്, ഗ്രാമവീതികൾ പഞ്ചായത്തിലുള്ള വഴികളാണ്, അത് സ്വകാര്യ വഴികളാണ്. ഈ വഴി രാജവീതിയായിട്ടും 1886 ഈ വഴി ഉണ്ടായി കഴിഞ്ഞിട്ടും നമുക്ക് യാത്ര ചെയ്യുവാൻ, പൊതു നിരത്തിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നിലനിന്നതുകൊണ്ടാണ് മഹാനായ നമ്മുടെ സ്മര്യപുരുഷൻ ഈ വില്ലുവണ്ടി യാത്ര നടക്കേണ്ടതായിട്ട് വന്നു. അത് കേരളത്തിലെ വലിയൊരു നവോത്ഥാന വിപ്ലവമായി. ഇതിൻ്റെ അനുബദ്ധമായിട്ടാണ് ആ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ച പല പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ആലോചിച്ചു ഇതിനൊക്കെ പരിഹാരം എന്താണ്. അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയമുണ്ട്. ആശയം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ച 2-3 ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ കാലഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈ ഉപജാതി ചിന്തകൾ അതിന് അതീതമായി ചിന്തിക്കുക. സമൂഹത്തിലെ ഈ ഉച്ചനിജത്വങ്ങൾ, അതുപോലെ തന്നെ അനാചാരങ്ങൾ, ഇതിനെ എതിർക്കുക. മൂന്നാമത്, വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യം നേടുക. ഈ 3 കാര്യങ്ങളായിരുന്നു അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള കാര്യം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. വിദ്യാഭ്യാസം നടത്തുവാൻ അന്ന് സ്വാതന്ത്ര്യമില്ല. ഇവിടുത്തെ സവർണരായിട്ടുള്ള ആളുകൾ ബ്രാഹ്മണിക്കൽ സിസ്റ്റം
ഈ താഴെയുള്ള ഒരു വിദ്യാഭ്യാസമുള്ള അറിവുണ്ടാകേണ്ട കാര്യമില്ല. അറിവുണ്ടായാൽ ഈ സിസ്റ്റമൊക്കെ തെറ്റാണെന്ന് പറയും, അതിനെ എതിർക്കും. അതുകൊണ്ട് ഇവർക്ക് അറിവ് വേണ്ട, വിദ്യാഭ്യാസം കൊടുക്കേണ്ട, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്ന കാലഘട്ടമാണ് അത്. മഹാത്മാ അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നം, ഇതൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. നമ്മുടെ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉണ്ടാകണം. അതിലെന്താണ് മാർഗം? അദ്ദേഹം ചെയ്തത് ഇതൊരു പകരമായ ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയെങ്കിൽ സ്കൂളിൽ പ്രവേശനം കൊടുത്തില്ല എങ്കിൽ ഈ ജന്മിമാരുടെ പാടങ്ങളിലും പറമ്പിലും കൃഷി ചെയ്യാൻ അടിമകളെ പോലെ യന്ത്രങ്ങളെ പോലെ പണി ചെയ്യാൻ ഞങ്ങളെ ആൾക്കാരെ കിട്ടുകയായിരുന്നു പ്രഖ്യാപനം. അത് നിസ്സാര കാര്യമില്ല. ഇവിടുത്തെ സവർണരെ ശരിക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ പ്രഖ്യാപനം അനുസരിച്ച് നമ്മുടെ ആൾക്കാർ, ഈ അടിസ്ഥാന ജനസമൂഹം, അടിച്ചമർത്തപ്പെട്ട ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹം ഈ തമ്പുരാക്കന്മാരുടെ ഈ ഉടമകളുടെ പറമ്പിൽ പണിക്ക് പോയില്ല. പോകാൻ ഇന്നിപ്പോൾ ആദ്യം അവർ മത്സരിച്ച് നോക്കി, അവർ സ്വയം കൃഷി ചെയ്ത് നോക്കി, വിജയിച്ചില്ല. പിന്നെ അടുത്ത പരിപാടി ഈ സ്ഥലങ്ങളെല്ലാം തരിച്ചിട്ട് നോക്കി, പണി ജയിക്കുന്നില്ല. ആരെക്കൊണ്ടു എന്നാൽ ഇതിനൊക്കെ പട്ടിണിയായി പോവുകയാണ്. നമ്മുടെ ആളുകൾ ഏറെ ബുദ്ധിമുട്ടി, ശരിയാണ്. എങ്കിലും അവർ സഹിച്ചുകൊണ്ട് അവരുടെ നേതാവുകളെ കഴിച്ചിട്ട് ഉറച്ചു നിന്നു. ഞങ്ങൾ പണിക്ക് ഇറങ്ങുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മിടുക്കന്മാരായിട്ടുള്ള നമ്മുടെ ഭൂവുടമകളുണ്ടല്ലോ, അവരുടെ പത്തായങ്ങളിൽ, അവരുടെ ധാന്യപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾ കുറെ കഴിഞ്ഞത് തീരാനുണ്ടായി. ഏകദേശം തീർന്നവർക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോയാൽ നമ്മളെയും ബാധിക്കും, നമ്മൾ പട്ടണിക്കാരായി മാറും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കണമെന്നുള്ള രീതിയിലേക്ക് അവരും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആ രീതിയിലേക്ക് വന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ട് ഈ കുട്ടികൾ, അവസരരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ അനുവദിച്ചുകൊണ്ടിരുന്നു. അതിനെ നമ്മൾ പറയുന്നത് വലിയൊരു സമരമായിട്ടാണ്. ഈ ആദ്യത്തെ കേരളത്തിലെ തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ സമരം, ആദ്യത്തെ കർഷകർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കണ്ടല സമരം വന്നത്. കണ്ടല എന്നുള്ള സ്ഥലം, അത് കാട്ടക്കാരി. അവിടെ നിർമ്മിക്കുന്ന 2013-2014 വർഷത്തിലാണ്. അവിടെ തന്നെ വലിയ പ്രശ്നമുണ്ടായി. അവിടുത്തെ സവർണരായിട്ട് ആളുകൾ, നമ്മുടെ ആളുകൾ വളരെയധികം ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും നമ്മുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും എന്തുവേണ്ട ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെക്കൻ തിരുവിതാംകൂറിൽ. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അന്നത്തെ ദിവാനായിരുന്ന രാജഗോപാലാചാര്യൻ, അതാണ് ഓർമ്മ, അദ്ദേഹം ഇതിന് ചർച്ചയ്ക്ക് വേണ്ടി വെച്ചു. ഒരു മജിസ്ട്രേറ്റിനെയാണ് ഈ ഇത്തരക്കാരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനം ഉണ്ടാക്കാൻ. ആ ചർച്ചയുടെ ഫലമായിട്ടാണ് 1914 നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നടത്തുവാൻ ഉള്ള ഉത്തരവ് ഗവൺമെൻറ്. ആ വർഷം തന്നെ മഹാനായ അയ്യങ്കാളി ഒരു സ്കൂളാണ് സ്ഥാപിച്ചത്. ഗവൺമെൻറ് കൊടുത്ത സ്കൂൾ, ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തു. 1904 ഒരു സ്കൂൾ, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സ്കൂൾ വരുന്നതിന് ഉദ്യോഗം ഉണ്ടാക്കിയത്. പക്ഷെ അത് പഠിപ്പിക്കാൻ അധ്യാപകരെ പോലും കിട്ടിയില്ല. ഒരു കുടിപ്പള്ളി കൂടെ ഉണ്ടാക്കി, അവിടെ പഠിപ്പിക്കാൻ അധ്യാപകരെ കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ കുമാരനാശാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുമാരനാശാൻ പരമേശ്വരൻ ഉണ്ടായിരുന്ന ഒരാളെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകരെ കിട്ടും. പക്ഷേ ഈ അധ്യാപകനെ ആ സ്കൂളിൽ വരാനായി പ്രവേശനം വരാൻ പോലും സവർണർ അനുവദിച്ചില്ല എന്നുള്ളതാണ് അവസ്ഥ. അവസാനം ഈ സവർണറായിട്ടുള്ള ആളുകൾ ഈ സ്കൂള് കത്തിച്ചു, ഈ അഗ്നിക്കിരയാക്കി. ആ സ്കൂൾ, ആ സ്ഥലത്താണ് സ്കൂളാണ് 1904 സ്കൂള് 1914 ഗവൺമെന്റിന്റെ ഉത്തരവോടുകൂടി പുതിയ സ്കൂളുകൾ ഉണ്ടായിരുന്നത് ചരിത്രമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നമുക്ക് ശക്തമായ ചരിത്രങ്ങൾ, ഇടപെടലുകൾ, ഈ സമൂഹത്തിലുള്ള ഇടപെട്ട കാര്യങ്ങൾ, ശക്തമായ ഇടപെടലുകളുടെ ഒരു ചരിത്രം തന്നെ മഹാനായ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളിലുണ്ട്. ഇതുപോലെ കല്ലുമാല സമരം നമുക്ക് അറിയാവുന്നത്, സ്ത്രീകൾ പറയുന്നത് ഞാൻ പറയുന്നില്ല. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ സ്ത്രീകൾക്ക് മുട്ടിൽ തലക്ക് വസ്ത്രം പറ്റുകയായിരുന്നു, അരയ്ക്ക് മുകളിലോട്ട് വസ്ത്രം ധരിക്കാൻ പാടില്ലാത്ത കാലഘട്ടമായിരുന്നു. മാത്രമല്ല ഇതിന് ട്രഡീഷണലായിട്ട് കല്ലുമാല, പാരമുള്ള കല്ലുമാല അത് അണിയണമെന്നും അതോടൊപ്പം തന്നെ ചെവിയിൽ ഇരിപ്പ് കൊണ്ടുള്ള ചക്രക്കുഴിയും വളയം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ജാതിയുടെ ഒരു നിയമം വരുന്ന കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ട് ഈ മാലയെല്ലാം കുത്തിക്കളഞ്ഞ ചരിത്രം മഹാനായ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടത്. ഇന്നത്തെ തലമുറയും ആവേശത്തോടുകൂടി, വളരെ അത്ഭുതത്തോടുകൂടി മാത്രമേ അന്നത്തെ ഈ ചരിത്രങ്ങളെ നോക്കിക്കാണാൻ കഴിയൂ. ആ ചരിത്രത്തിൻ്റെ ആ വഴിയിലേക്ക്, നാഴികക്കല്ലുകളിലേക്ക് നമ്മൾ നടന്നു ഇറങ്ങി ചെല്ലുമ്പോൾ അത്ഭുതമല്ലാതെ
ഇത്തരമൊന്നും പറയാൻ പറ്റില്ല. ഈ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പോലും ഇതുപോലൊരു പ്രവർത്തനം ഇറങ്ങി നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു, നടക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇവരൊക്കെ ഇറങ്ങി തിരിച്ചതിൻ്റെ കാര്യം എന്താണ്? ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ജാതിയാണ്. മഹാനായ ഡോക്ടർ അംബേദ്കർ, B.R. അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വ്യവസ്ഥാപിതമായ ജാതി വ്യവസ്ഥ നിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തൊരു സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അംബേദ്കറുടെ ജാതി നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അതിൽ ജാതി സമ്പ്രദായം ഇല്ലാതാകണമെങ്കിൽ, ജാതി സിസ്റ്റം ഇല്ലാതാകണമെങ്കിൽ അദ്ദേഹം 2 സൊല്യൂഷൻ പറയുന്നത്. അതിലൊന്ന് മിശ്രവിവാഹം. മിശ്രവിവാഹത്തിൽ കൂടി ഈ ജാതി സമ്പ്രദായം അത് കുറയ്ക്കാൻ പറ്റും, ഇല്ലായ്മ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം അല്പം ഡൈനാമിക് പ്രശ്നം. രണ്ടാമത് പറഞ്ഞത് വേദങ്ങളും പുരാണങ്ങളും തകർത്ത് കളയണമെന്നാണ്. ഇൻസ്ട്രക്ഷൻ ഓഫ് റിലീജിയസ് സ്ക്രിപ്ചേഴ്സ്. ഈ റിലീജിയസ് സ്ക്രിപ്ചേഴ്സ്, ഈ വേദങ്ങളും പുരാണങ്ങളും ഇത് വെടിവെച്ച് തകർത്തുകളെ ഭൂമിച്ച് തകർത്തുകളാണെന്നോ നിസ്സാര കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ ഈ ജാതി വ്യവസ്ഥ മാറിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ നവോത്ഥാനത്തിൽ ഉണ്ടാകാൻ കാരണം എന്താണ്? ജാതി വ്യവസ്ഥിതിയുടെ അതിൻ്റെ പാർശ്വഫലങ്ങളാണ്. അതിനെയാണ് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത് ഈ നവോത്ഥാന നായകന്മാർ. ഇതെല്ലാം ജാതി വ്യവസ്ഥയുടെ, അതായത് മതനവീകരണവാദത്തിൻ്റെ പ്രശ്നമല്ല. ഇവരെല്ലാം ഇടപെട്ടത് മതനവീകരണവാദത്തിൻ്റെ തത്വശാസ്ത്രവുമായിട്ടാണ്. ഇപ്പം മതനവീകരണം വരാൻ കാരണം എന്താണ്? ഈ ജാതി വ്യവസ്ഥിതി ഉണ്ടായിരിക്കുന്ന വേദങ്ങളും പുരാണങ്ങളിൽ നിന്നുമാണ്. ഈ മതഗ്രന്ഥങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം. അത് തകർക്കാതെ ശാശ്വതമായി ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. വലിയ ശ്രീകുമാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജാതി വെച്ചവരാരും മാറ്റമില്ല, അവരുടെ കാര്യങ്ങളൊക്കെയും നേരിടുവാൻ എന്ന് പറഞ്ഞാൽ ജാതി ഉണ്ടാക്കിയവർക്ക് അവർക്കൊരു അജണ്ടയുണ്ട്, അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതിനുവേണ്ടിയാണ് ജാതി വ്യവസ്ഥയെ ഉണ്ടാക്കിയത്. അത് അവർ മാറ്റുകയാണ്. കാരണം ജാതി വ്യവസ്ഥ വെർട്ടിക്കലാണ്, കീഴ്മേലാണ് വെച്ചിരിക്കുന്നത്. താഴെ നിന്ന് മുന്നോട്ട് പോകുന്നവർ ഇതിൽ അഭിമാനം കൂടുകയും താഴോട്ട് വരുന്നവരും അഭിമാനം കുറയുന്ന ആ സിസ്റ്റമാണ് ജാതി വ്യവസ്ഥ. ഈ ജാതി വ്യവസ്ഥയെ തകർക്കാതെ ഈ സാമൂഹിക പരിഷ്കരണം പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നുള്ള സത്യമാണ്. ഈ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ജാതി വ്യവസ്ഥ അത് മാറ്റാൻ പറ്റും. ഭൂമിയിൽ ഏത് വെർട്ടിക്കലായിട്ട് നിന്നാലും ആവശ്യമായ ഫോഴ്സ് ഉപയോഗിച്ചാൽ മാറ്റിടാൻ പറ്റും. ശക്തമായ ഫോഴ്സ് ഉണ്ടെങ്കിൽ മറിച്ചിട്ടാൽ കാര്യം ഹൊറിസോണ്ടലായി ഈക്വലായി, തുല്യതയായി. അതാണ് വലിയ അല്പം ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. ഈ സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ അതിനാവശ്യം മറിക്കാനുള്ള ശക്തമായ ഫോഴ്സ് ഉണ്ടാകണം. ആ ഫോഴ്സ് ഉണ്ടാകില്ല എന്ന് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ബ്രാഹ്മണനറിയാം. അവൻ ജാതി ഉണ്ടാക്കി മാറിയിരിക്കുകയാണ്. പക്ഷേ ജാതി അനുഭവിക്കുന്നവർ ജാതി രജിസ്റ്റർ ചെയ്തുകൊണ്ട്, ജാതി നിലനിൽക്കുന്നതുകൊണ്ട് ഇവർ തന്നെ ജാതി സംരക്ഷിച്ചോളൂ, ഈ അടിസ്ഥാന വർഗ്ഗക്കാരിൽ നിന്ന് ജാതി നിലനിർത്തിക്കൊള്ളൂ എന്ന് ബ്രാഹ്മണർക്കറിയാം. അവർക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് ഒന്നും ഇടപെടേണ്ട കാര്യമില്ല, മാറി കൈ കേട്ടിരുന്നാൽ മതി. ജാതി വ്യവസ്ഥ അത്ര കണ്ട് വ്യവസ്ഥാപിതമാണ്. ഇത് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ താൽക്കാലികമാണ്. എനിക്ക് നവോത്ഥാനങ്ങളൊക്കെ താൽക്കാലികം. നമുക്കറിയാം, ഒരു മരം വെട്ടിമുറിച്ച് കളഞ്ഞാൽ നമ്മൾ മരം പോയല്ലോ എന്ന് ഭൂമിക്ക് മുകളിലില്ല, തീർന്നു. പക്ഷെ അത് താൽക്കാലികമാണ്. ഇത്രയും തന്നെ അടിയിലുള്ള വേര് പടലങ്ങളുണ്ട്. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഇതിനേക്കാൾ ശക്തമായി ഇത് വളർന്നു വരുമെന്നുള്ള വസ്തുത ഇവിടെ നിലനിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ വെർട്ടിക്കലായുള്ള ജാതി വ്യവസ്ഥ അത് ഹൊറിസോണ്ടലാക്കണമെങ്കിൽ ബലം പ്രയോഗിച്ച് മാത്രമേ ആവശ്യമായ വില കൊടുക്കണം. ബലം കൊടുക്കുന്നത് ഈ അടിസ്ഥാന വർഗ്ഗക്കാരൻ തന്നെ ആയിരിക്കണം, മുകളിലൊരു കൊടുക്കില്ല. അതിൽ കുറെ രഹസ്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീടുള്ള അവസരങ്ങളിലേക്ക് പോകുന്നത് ഞാൻ മുന്നിട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം ആളുകളൊക്കെ ഉണ്ട്, ഞാൻ ചില പോയിന്റുകൾ മാത്രം ചുരുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളോട് അവർ നേടിയെടുത്ത നമ്മുടെ നവോത്ഥാന നായകന്മാർ മുമ്പോട്ട് കൊണ്ടുവന്ന് അവർ ഈ സമൂഹത്തിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ഈ മാറ്റങ്ങൾ അത് പിന്തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ ആധുനിക കാലത്തും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചെറിയ ചന്ദ്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ജാതിയെക്കുറിച്ച് ടച്ച് ചെയ്തപ്പോൾ തന്നെ ഈ കേരളം കഥകൊണ്ട് ഇളകുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും നമ്മുടെ ജാതിയൊന്നും മാറിയിട്ടില്ല, അത് മാറ്റുവാൻ തുടർന്നുള്ള പരിപാടിയും പദ്ധതികൾ നമുക്കുണ്ടാകണം എന്ന് ഒരു ആഹ്വാനം കൂടെ ചെയ്തുകൊണ്ട് ഞാൻ മഹാത്മാ അയ്യങ്കാളിയുടെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു.